പടത്തെ വെച്ച് പറയുകയാണെങ്കിൽ ഒരു നിമിഷത്തിൽ നമുക്ക് ബോറടിച്ചില്ല, ബോറടി തോന്നിയില്ല, ലാഗൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് കോമഡി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്, ധ്യാൻ നിവിൻ കോമ്പിനേഷൻ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ആകുമ്പോൾ സെൻറ്റിമെൻറ്റ്സിലുണ്ട്. സെക്കൻഡ് ഹാഫ് നമുക്ക് ആടുജീവിതത്തിൻ്റെ രണ്ടാം ഭാഗം പോലെ തോന്നും, ആടുജീവിതം തോന്നും. അത് കോമഡിയിൽ കാണിച്ചിരിക്കാം. പിന്നെ ജനങ്ങളുടെ പോലെ എല്ലാ യൂസ് പടം പോലെ ദിജോയുടെ പടം പോലെ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാവിയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ്, ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുണ്ട്. എന്ത് പറഞ്ഞ് ജനഗണമനയുടെ അത്രയും വരുന്നില്ല. പിന്നെ നെയ്റ്റ് തോന്നി ധ്യാൻ്റെയും ധ്യാനല്ല നിവിൻ പോളിയുടെയും അനുശ്രാജിൻ്റെ ആ പേരും ശരിയാവണില്ല. ഒരു നല്ല പ്രായവ്യത്യാസം തോന്നിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു എൻ്റർടൈനറാണ്. നിവിൻ്റെ ശക്തമായ തിരിച്ചുവരവാണ്. എല്ലാം നല്ലതാണ്. പിന്നെ ഈ മഞ്ജുപിള്ള, സലീം കുമാർ എല്ലാം നല്ല ചെയ്തിട്ടുണ്ട്. നല്ല മെസ്സേജ് ഉണ്ട്. പക്ഷേ മെസ്സേജ് പറയുമ്പോൾ വേർഡ് കേൾക്കുമ്പോൾ കോമഡി ഉണ്ട്. അപ്പോൾ നിവിൻ്റെ ആൾ കമ്പാക്റ്റാണ്. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കണ്ടു. അത് ദാരുണ്യമായിട്ടുള്ള വ്യത്യസ്ത നിറഞ്ഞ ഒരു പ്രേക്ഷകരുടെ കുടുംബനായകനാണ് നിവിൻ പോളി. നിവിൻ പോളി എന്ന ജനപ്രിയ വിസ്മയത്തിൻ്റെ ഗംഭീര പെർഫോമൻസാണ്. അതിഗംഭീരമായിട്ടുള്ള അഭിനയം വരുന്നതിനാണ് നിവിൻ പോളി എന്ന നടൻ്റെ. കാരണം മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. മലയാളി പൊളിയാടാ, മലയാളി പൊളിയാടാ, ഇത് മലയാളിയും കാണേണ്ട സിനിമ താനെ, അത് മലയാളി ഫ്രം ഇന്ത്യ താനേ. നിവിൻ പോളിയുടെ വിജയഗാഥയാട മച്ചാന്മാരെ. അപ്പോൾ നിവിൻ പോളിയുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് മലയാളി ഫ്രം ഇന്ത്യ. കാരണം പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന നിർമ്മാതാവിൻ്റെ മികച്ച നിർമ്മാണം ഈ സിനിമയ്ക്ക് വർക്കൗട്ടായി പോയിട്ടുണ്ട്. കാരണം ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തണമെങ്കിൽ അത് നിർമ്മിക്കാൻ ഒരാൾ വേണം. അപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ ഗംഭീരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഈ മലയാളി ഫ്രം ഇന്ത്യ, കൈയടി അർഹിക്കുന്നു. പിന്നെ ജനഗണമനയ്ക്ക് ശേഷം നമ്മുടെ ഡിജോൻ്റെ മികച്ച ഡയറക്ഷനും വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ കൃഷ്ണ എന്ന പാട്ടൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അനസർ രാജൻ ചേച്ചി മികച്ചതായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് ഗസ്റ്റ് റോളാണെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ അഭിനയം നിർത്തിയത് തന്നെയാണ്. അപ്പോൾ അനസർ രാജൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ടായിട്ട് വരുന്നത് നമ്മുടെ മഞ്ജു പിള്ളയൊക്കെ തകർത്താടിയിട്ടുണ്ട്. ഒരു അമ്മവേഷം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നമ്മുടെ ധ്യാൻ ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ഒരു കൂട്ടുകാരൻ്റെ റോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ധ്യാൻ ചേട്ടനും നമ്മുടെ നിവിൻ ചേട്ടനും താർത്താടിയെന്ന് തന്നെ പറയാം മലയാളി ഫ്രം ഇന്ത്യ. അടിപൊളി പടം. നിവിൻ്റെ ഒരു ശക്തമായ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. എസ്പെഷ്യലി ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. അവർ ജെക്സ് ബിജോയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു, ഷാരിസിൻ്റെ എഴുത്ത് അടിപൊളിയായിരുന്നു, ഡിജോയുടെ ഡയറക്ഷൻ അടിപൊളിയായിരുന്നു. ഒരു അടിപൊളി പടം. ഒരു മലയാളി എന്നുള്ള രീതിയിൽ കുറേ മൊമെൻറ്റ്സിൽ നമുക്ക് ഗൂസ് ബംസ് കിട്ടുന്ന ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരു തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അടിപൊളി പടം. ടൈറ്റിലിനോട് 100% നീതി പുലർത്തുന്നൊരു പടമാണ് മലയാളി ഫ്രം ഇന്ത്യ. എല്ലാവരും തിയേറ്ററിലോട്ട് വരാം. സിനിമ ആണ്.